ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി സ്വീകരിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്കായി യാത്രയാകുന്ന ഒരു വൈദികൻ. ഇത് ജോഷുവായുടെ പിന്മുറക്കാരൻ. ഇനിയും വൈകിക്കൂടാ എന്ന ഹൃദയമന്ത്രം നൊമ്പരമായി നെഞ്ചിൽ പേറുന്ന ഒരു സമർപ്പിതൻ. കറുകുറ്റി കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഫാദർ ബോസ്കോ ഞളിയത്ത് ഓക്കാം. ദൈവരാജ്യവയലിലെ തളരാത്ത വേലക്കാരൻ. നിരവധി വചനവേദികളിലും കുറ്റവാളികളായ മക്കളുടെ ഇടയിലും ദൈവപുത്രന്റെ വചനം പങ്കുവച്ച് ഇന്നിന്റെ ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്നു. ദൈവരാജ്യവയലിലെ അനുഭവങ്ങളും ചിന്തകളും ബോസ്കോ അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ബോസ്കോ അച്ഛാ, നമ്മൾ വീണ്ടും വന്നു. ആദ്യ എപ്പിസോഡിൽ അച്ഛൻ്റെ ഷെയറിങ് വളരെ വളരെ ഹൃദ്യമായിരുന്നു. പ്രത്യേകിച്ച് അച്ഛൻ പങ്കുവച്ച കാര്യങ്ങളിൽ ഒരു വിക്കനായിരുന്ന അവസ്ഥയിൽ നിന്ന് അച്ഛനെ ദൈവം പരിപാലിച്ച് നടത്തിയ വഴികൾ അനേകരുടെ ലൈഫിൽ, പ്രത്യേകിച്ച് ഇത്തരത്തിൽ പലതിൻ്റെ പേരിലും പിന്നോട്ട് മാറി നിൽക്കുന്ന ധാരാളം ആളുകൾക്ക് മുന്നോട്ട് വരാൻ അതൊരു പ്രചോദനമായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ എൻ്റെ ഒരു ബോധ്യവും അത് തന്നെയാണ്. ഞാൻ അന്ന് പറഞ്ഞ് നിർത്തിയപ്പോൾ അവസാനം പറഞ്ഞ ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഒരുപക്ഷെ അച്ഛൻ്റെ ഇന്നത്തെ ആ ഒരു ശുശ്രൂഷ മേഖലകളിൽ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് സമൂഹം ഒറ്റപ്പെടുത്തുന്ന, അവഗണനയോടെ കാണുന്ന, എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ ദൈവം വളരെ സ്നേഹത്തോടെ വീക്ഷിക്കുന്ന, ഒരുപക്ഷെ കുറ്റവാളികളായി ജീവിക്കേണ്ടി വരുന്നവർ, അല്ലെങ്കിൽ ഒരു പല ഗുണ്ടാ സംഘങ്ങളിലും ഒക്കെപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ഇടയിലുള്ള ശുശ്രൂഷ മേഖല. അവരുടെ ജീവിതത്തിലെ മാനസാന്തരത്തിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് അച്ഛൻ്റെ ഒരു ശുശ്രൂഷ മേഖലയിലൂടെ അവർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതാണ് അവരൊരു മാനസാന്തരം ഉണ്ടാക്കുന്ന എൻ്റെ ചിന്ത. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവർക്ക് ഇത്തരത്തിൽ ഒരുപക്ഷെ മനുഷ്യർ കഠിനഹൃദയം എന്ന് വിചാരിക്കുന്നവർക്ക് പോലും ഹൃദയത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന, മനസ്സിനെ മുഴുവൻ മാറ്റുന്ന ശക്തനായ ക്രിസ്തുവിനെയാണ് അച്ഛൻ പങ്കുവയ്ക്കുന്നത്. അച്ഛാ, ആ ശുശ്രൂഷ മേഖലയിലെ ചില ഓർമ്മകൾ കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞു ഞാനാണ് വഴിയെന്ന്. അപ്പോൾ ഈശോയാകുന്ന വഴിയിലൂടെ നടക്കാമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നടക്കാമെന്നാണ്. കർത്താവ് ഈശോ വചനമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാം, മക്കളെ ഇതാണ് വഴി. അതിനനുസരിച്ച് അവർക്ക് വചനം പറഞ്ഞു കൊടുക്കും. ഓരോ കാര്യങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ വളരണം, എങ്ങനെ വളരാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വേറൊരു കാഴ്ചപ്പാട് അവർക്ക് ലഭിക്കുക. നമ്മൾ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കണം എന്താണ് ജീവിതം എന്ന്. അപ്പോഴാണ് നമുക്കത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മക്കൾക്ക് ആ ഒരു ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരതിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അങ്ങനെ ജീവിക്കാൻ വരുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണം. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സംതൃപ്തിയുടെ, ഏത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനും ദൈവത്തോട് ചേർന്ന് നിന്ന് ആ ഒരു സന്തോഷം അനുഭവിക്കാനും സാധിക്കുന്ന ഒരു വലിയൊരു അനുഭവം അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും. അതുപോലെ തന്നെ ഈ ആളുകൾ പിന്നീട് ഇവരെ ഈ ഒരു മാറ്റം ഉണ്ടായി അവർ മുൻപോട്ട് പോകുന്ന കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും അവർ അച്ഛനെ കാണാൻ വരാറുണ്ടല്ലോ. അവരിന്നും ചിലരെങ്കിലും അച്ഛനായിട്ട് ഇന്നും കോൺടാക്റ്റ് ഉണ്ടാവും. അവരുടെ ജീവിതത്തെക്കുറിച്ച് പിന്നീട് വരുമ്പോഴൊക്കെ അവരെന്താ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം അവർ പറയാറുണ്ട്. അച്ഛാ, ഇന്ന് ഞങ്ങൾ പലരും പറയുന്നുണ്ട്, ഇത് ജീവനോടെ ഇരിക്കണമെങ്കിൽ അച്ഛാ അന്ന് അച്ഛനാ ഇടപെട്ടത് കൊണ്ടാണ്. ഇന്ന് പലരും കല്യാണം കഴിഞ്ഞു, മക്കളുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ജീവിച്ചു പോകുന്നു. അവരുടെ കുടുംബക്കാരും പറയാറുണ്ട്, അന്ന് അച്ഛനെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ മക്കളൊന്നും ജീവിച്ചിരിക്കുമായിരുന്നില്ല. അതുപോലെ ഒരു ശക്തമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അനേകം മക്കൾക്ക് ഉണ്ടായിട്ടതായിട്ട് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഇത് ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. ദൈവം നിങ്ങളെ പ്രത്യേകം വിളിച്ചതാണ്. നിങ്ങൾ ദൈവത്തിന് ഉത്തരം കൊടുത്തു. അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്ന് കൂടുതൽ നിങ്ങളെ വിശുദ്ധീകരിച്ച് ആ കൃപയിൽ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞവരെ ഞാൻ അങ്ങനെ പറഞ്ഞു വിടാറുണ്ട് അവരെപ്പോഴും. അച്ഛനെ നമ്മൾ മുൻപോട്ടുള്ളൊരു ഇതിൽ അച്ഛൻ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിൽ മാത്രമല്ല, അച്ഛന് മറ്റു പല വിധത്തിലും ധാരാളം ഒരു വചനപ്രഘോഷണ രംഗത്താണ് അച്ഛൻ്റെ ഒരു കൂടുതൽ ശുശ്രൂഷ മേഖലയും. അത് തീർച്ചയായിട്ടും അതിനോട് ബന്ധപ്പെടുത്തിയായിരിക്കും അച്ഛൻ പറയുമായിരിക്കും അതെങ്ങനെ ഇന്ന് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്നെന്ന് അച്ഛൻ പറയുമായിരിക്കാം. പക്ഷേ ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് എല്ലാ പ്രായക്കാരുടെ ഇടയിലും, ഇപ്പോൾ യുവാക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ, എല്ലാ തരത്തിലും അച്ഛൻ ഇതൊരു വചന ശുശ്രൂഷ ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തും കേരളത്തിന് പുറത്തും ഒക്കെ ധാരാളം സ്ഥലത്ത് അച്ഛൻ ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ ആ ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് അച്ഛനെ എങ്ങനെ എന്നുള്ളതും ഇന്ന് എന്താണ് അച്ഛൻ ആ ശുശ്രൂഷ മേഖലയുടെ ചില അനുഭവങ്ങൾ നമ്മളോട് പറയാൻ പറ്റുന്നതെന്ന് പറയാം. ഞാൻ ഈ പിള്ളേരുടെ ഇടയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു പൈശാചികത എന്ന് പറഞ്ഞാൽ കൊല്ലുക, നശിപ്പിക്കുക, ഇല്ലാതാക്കുക, അങ്ങനെ ഒരു ഭയങ്കര ക്രൂരത ഇവരുടെ ഇടയിൽ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം, ഞാൻ എപ്പോഴും എന്നെ സ്വാധീനിച്ച വചനമാണ്, ആത്മാവാണ് ജീവൻ തരുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഒരു വ്യക്തിയിൽ വസിക്കുന്ന ഒരു ആത്മാവുണ്ട്.
ആ ആത്മാവാണ് അവൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, ആ ഫലങ്ങളെ വരത്തുള്ളൂ. പക്ഷേ ഈ വ്യക്തികളിൽ കൊല്ലുക, നശിപ്പിക്കുക, ഇല്ലാതാക്കുക, ക്രൂരമായിട്ട് കൊല്ലുക, ബലാത്സംഗം ചെയ്യുക, മറ്റുള്ളവരെ ചതിക്കുക, മദ്യപിക്കുക, മയക്കുമരുന്ന്, കഞ്ചാവ്, ഈ ലഹരി, ഇതൊന്നും ഒരു ദൈവാത്മാവിൻ്റെ ഇതല്ല. അതൊക്കെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കൂടി ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ തിന്മയുടെ സ്വാധീനങ്ങളെ പരാജയപ്പെടുത്തുവാനും ആ പൈശാചിക സ്വാധീനങ്ങളെ നിർവീര്യമാക്കിക്കൊണ്ട് അനേകം മക്കൾ അതിൽ നിന്ന് വിടുവിച്ചെടുക്കാനുമുള്ളൊരു വലിയൊരു ഉത്തരവാദിത്തം പോലെ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ എനിക്ക് തോന്നി. ഈശോ അതല്ലേ പറഞ്ഞ്, നിങ്ങൾ പോയി പിശാചികൾ ബഹിഷ്കരിക്കുക, ഈ അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനം, ബന്ധിതർക്ക് സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് ദൈവം സുവിശേഷത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ മക്കളിൽ വേണ്ട ഒരു സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഇവരിൽ മാത്രമല്ല, സകല മക്കളിലും സകല മേഖലകളിലും അതിൻ്റെ ഒരു വലിയ സ്വാധീന ശക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് നമ്മുടെ ശുശ്രൂഷകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തി എടുക്കാനും അതുമായിട്ട് ബന്ധപ്പെടുത്തി വളർത്താനൊക്കെ ആയിട്ട് ഒത്തിരിയിടെയായിട്ടുണ്ട്. അത് ഒത്തിരിയേറെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ ശുശ്രൂഷയിൽ. നമ്മുടെ തുടർന്നുള്ള ശുശ്രൂഷയിലും ഒക്കെ, ധ്യാനത്തിലും വചന ശുശ്രൂഷയിലും ഒക്കെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ഈ ഒരു അടിസ്ഥാനം. ഈ പാപത്തിൻ്റെ, പിശാചിൻ്റെ അല്ലെങ്കിൽ പൈശാചികതയുടെ, കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന ആ ഒരു അടിമത്തത്തിൽ നിന്നുള്ളൊരു വിടുതലിൻ്റെ മേഖല അതെന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ. അച്ഛൻ, ഞാൻ ഇന്ന് ഒരുപക്ഷെ വചനം കേൾക്കാൻ ആളുകൾ ഒത്തിരി സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ആവശ്യമുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ആളുകൾ വരുന്നത് പഴയതുപോലത്തെ ഒരു തള്ളും ബഹളും ഒന്നുമില്ല. ആളുകൾ ഇന്ന് വരുമ്പോൾ വളരെ കൃത്യതയോടെ നോക്കി, ഒത്തിരി ആലോചിച്ച് ഒക്കെയാണ് വരുന്നത്. പക്ഷേ ജീവിത സാക്ഷ്യമുള്ള വചനപ്രഘോഷകർ ഇന്നും ആളുകൾ സ്വീകരിക്കും. അച്ഛൻ്റെ ഈ ഒരു ജീവിത പശ്ചാത്തലവും അച്ഛൻ ഈ പ്രവർത്തിച്ച പ്രവർത്തന മേഖലകളുടെ പശ്ചാത്തലവും അച്ഛൻ്റെ ഇന്നത്തെ വചനപ്രഘോഷത്തിന് അച്ഛനെ സഹായിക്കുന്നില്ലേ? ഞാൻ എപ്പോഴും പറയാം, ഈ അനുഭവത്തിൽ നിന്ന് പറയാം, ഞാൻ പറയാം, എല്ലാത്തിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ഈ അനുഭവത്തിൽ നിന്ന് പറയും. ഈ മക്കൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛ, ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റിയിട്ടില്ല. എവിടെയൊക്കെ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ മക്കളെ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. ഈ ചേർന്ന് നിൽക്കാത്തതാണ് അപ്പം ഈ ഒത്തിരി അനുഭവങ്ങളുള്ള മക്കൾ ഈ ചേർന്ന് നിൽക്കാത്ത മക്കളാണ്. ഇനി ചേർന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ, അവർക്കുണ്ടായ മാറ്റം, അവരുടെ കുടുംബത്തിൽ വന്ന മാറ്റം, അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം, ഈശോ പറഞ്ഞ പോലെ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അനുഭവങ്ങൾ ഏറെയുണ്ട്. അപ്പോൾ ഞാൻ ഈ ലോകത്തോടും ഇപ്പോൾ കോളേജിനാണെങ്കിൽ, കുടുംബധ്യാനത്തിനാണെങ്കിൽ, ഏത് ധ്യാനം ഞാൻ പറയും, മക്കളെ, നമ്മുടെ ജീവിതത്തിനൊരു വഴിയുണ്ട്. അത് തമ്പുരാനോട് ചേർന്നുള്ള ജീവിതമാണ്. ഈശോയെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈശോയെ ആര് വിട്ടുപേക്ഷിച്ചിട്ടുണ്ടോ അവൻ്റെ ജീവിതത്തിൽ നാശങ്ങൾ, നഷ്ടങ്ങൾ, തകർച്ചകൾ. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, ക്രിസ്തു ഏകരക്ഷകനാണ്. ക്രിസ്തുവിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഈശോ പറഞ്ഞു, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്നത് എൻ്റെ ശരീരമാണ്. മാത്രമല്ല, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. മാനവകുലത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. പാപത്തിൻ്റെ വേദനമായ മരണമാണ്. മരണത്തിന് മേൽ അധികാരമുള്ള പിശാചാണ്. ഈ മൂന്ന് കാര്യങ്ങളിൽ അത് ഏറ്റെടുത്തവൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ. പാപം ഏറ്റെടുത്തവൻ ക്രിസ്തു, ശാപം അല്ലെങ്കിൽ മരണത്തെ പരാജയപ്പെടുത്തിയവൻ ക്രിസ്തു, പിശാചിനെ നിത്യനരകത്തിലേക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് കുരിശുമരണത്തിൽ വീണ്ടെടുത്തവൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ക്രിസ്തുവിനെ അറിയുക, അതുകൊണ്ട് ഞാൻ എന്നും പ്രഘോഷിക്കും, മക്കളെ, ക്രിസ്തുവിൻ്റെ ബലി സ്വന്തമാക്കുക, ക്രിസ്തുവിൻ്റെ ജീവൻ സ്വന്തമാക്കുക. ഈശോ വന്നത് എന്തിനാ? ജീവൻ നൽകാൻ വേണ്ടിയാണ്. ആ ജീവൻ സ്വന്തമാക്കിയാൽ നമ്മുടെ ജീവിതം രക്ഷപ്രാപിക്കും. ഈ ഒരു ബോധ്യമാണ് ഈ മക്കൾക്കൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നും ഞാൻ പറയുകയാണെങ്കിൽ ഈ വചന ശുശ്രൂഷയിൽ മുഴുവൻ ഞാൻ പറയുന്ന കാര്യമാണ്, ജീവൻ ഉണ്ടാവുക, സമൃദ്ധമായി ഉണ്ടാവുക. എവിടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി, അത് പാപമാണ്. പാപത്തിൻ്റെ വേദന മരണമാണ്. അതിനെ കണ്ടെത്തുക, തിരിച്ചറിയുക, ക്രിസ്തുവിനോട് ഐക്യപ്പെടുക. റോമ 8:1-2, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പോൾ ആ ഒരു മേഖലയിലാണ് നമ്മുടെ ശുശ്രൂഷകളൊക്കെ. എനിക്ക് ഒത്തിരി മക്കൾ അനുഭവത്തിൽ നിന്ന് അനുഭവത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഈ വചനപ്രഘോഷണ രംഗത്ത് അത് മുമ്പുള്ള ഈ ശുശ്രൂഷയിലും അച്ഛൻ്റെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്. ഇന്നും എനിക്ക് വേണം അച്ഛൻ ധാരാളം സ്ഥലത്ത് ദൈവവചന പ്രഘോഷണത്തിന് പോകുന്നതും ചെറുപ്പക്കാരുടെ ഇടയിലാണ്. കോളേജുകളിലും പല സ്ഥലങ്ങളിലൊക്കെ അച്ഛൻ ധ്യാനിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരെ കുറിച്ചുള്ള ഈ കാലഘട്ടത്തിൻ്റെ ഇതിൽ ഈ ഒരു ദൈവവചന പ്രഘോഷണ മേഖലയിലെ ചില അനുഭവങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ആവശ്യകത. കാരണം ഞാനും ഒരു ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന ജീസസ് യൂത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരാളാണ്. അച്ഛനറിയാം. അച്ഛൻ്റെ നമുക്ക് ഒത്തിരി പ്രോഗ്രാമുകളിലൊക്കെ അച്ഛനെ ഞാൻ പല സ്ഥലത്തും ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാം. ആ ചെറുപ്പക്കാരെ കുറിച്ചുള്ള അച്ഛൻ്റെ ചില ചിന്തകൾ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ മേഖലയിൽ അച്ഛൻ്റെ ചില ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ചില അനുഭവങ്ങൾ, പലരും അവരെ അടുപ്പിക്കാതിരിക്കുകയും, പ്രത്യേകിച്ച് ചില അച്ഛന്മാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പക്കാരെ അടുപ്പിക്കരുത്. ഞാൻ ഒരു അരമണിക്കൂറോളം തർക്കിച്ചിട്ടുണ്ട് അച്ഛനോട്. പക്ഷേ എന്നിട്ടും എനിക്ക് എന്തുമാത്രം ഞാൻ വിജയിച്ചു എന്ന് എനിക്കറിയത്തില്ല അതിനകത്ത്. പക്ഷേ അങ്ങനെയുള്ള കാലഘട്ടം. പക്ഷെ എനിക്കറിയാം ചെറുപ്പക്കാരെ സ്നേഹിക്കാതെ ഒരിക്കലും അവരിതാക്കാൻ പറ്റില്ല. അച്ഛൻ്റെ ചില അനുഭവങ്ങളൊന്നും പറയാം.
ചെറുപ്പക്കാരുടെ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിലത് അവർക്ക് അറിയത്തില്ല എന്താണെന്ന്. ഇപ്പം ചിലരൊക്കെ നടക്കാണ്ട് കഴിഞ്ഞാൽ ബൈക്കിലൊക്കെ പോകണം കഴിഞ്ഞാൽ എന്തോ സ്വന്തം കഴിവ് പോയാൽ സത്യാവരോട് പറയും, മക്കളെ നമ്മുടെ കഴിവിലൊന്നുമില്ല, നമ്മുടെ നിയന്ത്രണത്തിലൊന്നുമില്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇപ്പം നമ്മുടെ ശരീരമുണ്ട്, നമ്മുടെ കഴിവൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സംസാര ശക്തി നമ്മുടെ കഴിവല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കുതുകാഞ്ഞരമ്പ് ചുമ്മാ ഷട്ടിൽ കളിച്ചപ്പോൾ പൊട്ടിപ്പോയി. 2 മാസം ഞാൻ കിടപ്പ് കിടന്നു. അപ്പോൾ ഞാൻ ഈ അനുഭവത്തിൽ നിന്നൊക്കെ പറയും, മക്കളെ ഈ നമ്മുടെ ഓരോ സിസ്റ്റം തന്നെ ദൈവത്തിൻ്റെ കരവിരുതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള അവകാശം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇപ്പം ഇന്നത്തെ മക്കൾക്ക് ഈ സത്യം അറിയില്ല. അവർ ചില മക്കളൊക്കെ അറിയാലോ, കഞ്ചാവ്, മയക്കുമരുന്ന്, മദ്യപാനം, തെറ്റായ സ്നേഹബന്ധങ്ങൾ, പിന്നെ ജഡികമായ പാപങ്ങൾ, കൂട്ടുകെട്ടി, നമ്മൾ ഞെട്ടിപ്പോ ഇന്നത്തെ പിള്ളേരുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഈ മക്കൾക്ക് അറിയില്ല. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു വിഷയമാണ്, മക്കളെ നമുക്ക് സ്വർഗമുണ്ട്, നമുക്ക് നരകമുണ്ട്, നമുക്കൊരു അന്ത്യവിധിയുണ്ട്. ഇന്നൊന്നും ഈ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചൊന്നും നമ്മുടെ മക്കൾക്കൊന്നും ചിന്തയില്ല. അപ്പോൾ ഈ ഒരു യഥാർത്ഥമായ ബോധ്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൊക്കെ തമ്പുരാനോട് ചേർന്ന് നല്ല കൃപയിൽ നല്ല മക്കളായിട്ട് വളരും. ഇത്തിരി അനുഭവമുണ്ട് എനിക്ക്. അതുകൊണ്ട് ചെറുപ്പക്കാരെ മാറ്റിയെടുത്തല്ലേ ചെയ്യേണ്ടേ, അവരോട് മക്കളെ ഇതാണ് ജീവിതം, അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കാറ്റഗിസത്തിലും നമ്മുടെ യൂത്ത് മിനിസ്ട്രിയിലും നമ്മുടെ യുവമക്കളോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ എനിക്ക് തോന്നണില്ല ഈ സത്യം കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ വഴിതെറ്റി പോകുന്നു. എനിക്ക് ധ്യാനത്തിന് ഒരുക്കുമ്പോൾ യൂത്തിനൊക്കെ പെട്ടെന്ന് സ്വാധീനിക്കും ഈ കാര്യങ്ങളൊക്കെ. അവരതിനനുസരിച്ച് പ്രതികരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. പല പാപങ്ങൾ വിട്ടുപേടിച്ച്, കൂട്ടുകെട്ടുകൾ വിട്ടുപേടിച്ച്, മദ്യപാനം വിട്ടുപേടിച്ച്, ഫുൾ ടൈമേഴ്സ് എന്ന പോലെ കർത്താവിന് വേണ്ടി ജ്വലിച്ച് നിൽക്കുന്ന മക്കൾ എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു അവരെ മാറ്റിയെടുത്തിട്ടൊന്നും കാര്യമില്ല, അത് പിന്നെ ഒരു എസ്കേപ്പ്. പിന്നെ അത് അത്ര എളുപ്പമൊന്നുമല്ല പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളും. പക്ഷേ നമ്മുടെ അനുഭവങ്ങളിലൂടെ ഇപ്പോൾ എനിക്കൊരു ഗുണം എന്ന് പറഞ്ഞാൽ അനേകം മക്കളുടെ അനുഭവമുണ്ട് ഇങ്ങനെ കൊടുക്കാൻ. ജയിലിൽ അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ താമസിച്ച മക്കൾ, ഒത്തിരി തകർന്നു പോയ മക്കൾ, അതിൽ നിന്ന് മാറ്റം വന്ന മക്കൾ, ഇതൊക്കെ ഈ മക്കളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇവരെ സ്വാധീനിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. കോളേജിലും മറ്റൊക്കെ പെട്ടെന്ന് ഈ മക്കളെ സ്വാധീനിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം ഇതാണ് അത് പെട്ടെന്ന് മനസ്സിലായി മക്കൾ. അവരത്ര ബുദ്ധിബോധമില്ലാത്ത പിള്ളേരൊന്നുമല്ല. അവരെപ്പോഴും കാരണ സഹിതം അന്വേഷിക്കുന്നവരാ. ഈ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നമുക്ക് കിട്ടും ഉറപ്പായിട്ടും. മാത്രമല്ല അവർക്ക് എപ്പോഴും ചെറുപ്പക്കാരുടെ ഒരു ടെൻഡൻസിയാണ്, അവർക്കൊരു മോഡൽ നോക്കുക, ഒരു റോൾ മോഡൽ നോക്കുക. കർത്താവിനെ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് തോന്നുന്നു അവർക്ക് ഏറ്റവും നമ്മളെക്കാൾ ഞാൻ പറയണേ ഒരുപക്ഷെ മുതിർന്ന ആളുകളെക്കാളൊക്കെ ചെറുപ്പക്കാരത് നെഞ്ചിലേറ്റും. ഞങ്ങളൊക്കെ ജീസസ് യൂത്തിലൊക്കെ അത് കാണുന്നതാണ് അത്തരം കാര്യങ്ങളൊക്കെ. അച്ഛാ, ഞാൻ മറ്റൊരു ഇതോട് ചേർത്ത് തന്നെ പറയണം, വചനപ്രഘോഷണമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എൻ്റെ ഒരു ചിന്ത. ഞാൻ ഈ വചനപ്രഘോഷണ രംഗത്ത് വന്ന ഒത്തിരി ആളുകൾ എനിക്കറിയാം. ഒരുപക്ഷെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് ദൈവം കേരള സഭയിൽ ഉയർത്തിയ ധാരാളം വചനപ്രഘോഷകർ, അൽമായരായിട്ടും സഭയിൽ വൈദികരായിട്ടും ഒക്കെ, സിസ്റ്റേഴ്സൊക്കെ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള വചനപ്രഘോഷകർ. പക്ഷെ ചില ആളുകളുടെ കാര്യത്തിലെങ്കിലും എന്നെ ഭയപ്പെടുന്നൊരു കാര്യം, ഒരു വളരെ കാര്യക്ഷമമായ വചനപ്രഘോഷകരായ ദൈവം അവരെ ഉയർത്തിക്കഴിയുമ്പോൾ ഇത് ഒരു ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്, ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണ്, അതാണല്ലോ ഫലം കാണുന്നതും. അപ്പോൾ ചിലപ്പോഴെങ്കിലും ആ ഒരു ഭാഗം മറന്നു പോകുന്ന നമ്മുടെ തന്നെ ഒരു എൻ്റെ കാരണം എനിക്കറിയത്തില്ല. ചിലപ്പോഴെങ്കിലും ആ ഒരു ദൈവാശ്രയത്വത്തിൻ്റെ തലത്തിൻ്റെ കുറവാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ചിലപ്പോഴെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് വചനപ്രഘോഷണ രീതികൾ മാറിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദ്ദേശിച്ചത് വ്യക്തിപരമായിട്ട്? അതെ, ഞാൻ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ ഇന്നും ആ ഒരു ദൈവാശ്രയത്വത്തിൽ നിന്നുകൊണ്ട് ആ ഒരു ദൈവപരിപാലനം ആശ്രയിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണെന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന എല്ലാ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ്റെ ഒരു ചിന്ത എന്താ, അച്ഛൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ? ഞാൻ എപ്പോഴും പറയും, നമ്മുടെ വചനപ്രഘോഷങ്ങളൊക്കെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കണം. ഞാൻ എപ്പോഴും പറയും കൂദാശകളിലേക്ക് അടുപ്പിക്കണം. അതായത് ദൈവകൃപയിലേക്ക്, ഈശോ നമുക്ക് വേണ്ടി തന്ന ജീവൻ സ്വന്തമാക്കുന്നതിലേക്ക് നമ്മുടെ ശുശ്രൂഷകൾ നയിക്കണം. ഇന്ന് എനിക്ക് തോന്നിയ കാര്യം കൂടി ഞാൻ തുറന്നു പറയാം. കാര്യസാധ്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയൊരു ഒരു 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 മൂവ്മെൻറ്റ് പോലെയാണ് ഇന്ന് പല ധ്യാനങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ടോ എന്ന് സംശയിക്കണം. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അവിടെ ചെന്നു ആ സ്ഥലത്ത് അവിടെ അത്ഭുതം, ഈ അച്ഛൻ വെച്ചു തലയ്ക്ക് വെച്ച് പഠിച്ചു അവിടെ അത്ഭുതം, ഇങ്ങനെ ഒരു രീതിയിലൊരു പ്രത്യേക രീതി വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഞാൻ പറയും ഒരിക്കൽ പോലും അങ്ങനെയൊന്നും പോകാൻ പാടില്ലത്. ഇതെപ്പോഴും യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കണം. കർത്താവിൻ്റെ ഞാൻ എപ്പോഴും പറയാം, മക്കളെ നമുക്ക് രക്ഷയുള്ളത് കർത്താവിൻ്റെ ബലിയിലാണ്, കർത്താവിൻ്റെ കാരുണ്യത്തിലാണ്, കർത്താവിൻ്റെ കുരിശു മരണത്തിലാണ്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് അടുക്കണം, ഒരച്ഛനിലേക്ക്. ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിയിലേക്ക് ആരും അടുക്കാനോ അതും നമ്മൾ ആഗ്രഹിക്കണില്ല. ഇപ്പോൾ ഇപ്പോൾ UK-ലേക്ക് ചെന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നമുക്ക്, ഞാൻ പറഞ്ഞു നോ, അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഒരു കാര്യമുണ്ട്, അത് തമ്പുരാനിലേക്ക് ചേർന്ന് നിൽക്കുക, ആ കൃപയിൽ വളരുക. അപ്പോൾ അതിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തില്ല. കുറച്ച് കഴിയുമ്പോൾ മറ്റേ പിശാച് അല്ലേ, അവൻ നമ്മളെ ഈ അഹങ്കാരവും അത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പറയാം, അത് വരാതിരിക്കുന്ന ഏറ്റവും നല്ലത്. നമ്മളെപ്പോഴും ദൈവത്തിലേക്ക് അടുപ്പിക്കുക. സത്യവചനം അത് നമ്മൾ മുറിച്ചു കൊടുക്കണം. ഇതാണ് സത്യം, അതിൽ വിട്ട് വേറെ വഴിയില്ല.
അത് എത്രമാത്രം ശക്തമായിട്ടും ഒരു കോംപ്രമൈസ് ഇല്ല. ഇന്ന് അത് നമുക്ക് വേണം. ഇന്ന് പലപ്പോഴും ഇങ്ങനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുക പല കാര്യങ്ങളിലൊക്കെ. എനിക്കത് തോന്നിപ്പോയിട്ടുണ്ട്. സഭയിലാണെങ്കിലും പല മേഖലകളിലും നമ്മുടെ ഒരു പാരമ്പര്യമുണ്ട്, നമ്മുടെ ഒരു അടിസ്ഥാനമുണ്ട്. അത് വിട്ടിട്ടുള്ളൊരു കാര്യത്തിന് നമ്മൾ ഒരിക്കലും നിൽക്കാൻ പാടില്ല. അതിലേ അടിസ്ഥാനമുള്ളൂ. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാനുള്ളൊരു വലിയ പരിശ്രമം നമ്മുടെ സഭയുടെ പഠിപ്പിക്കലുകൾ, വചനത്തിൻ്റെ ആ ഒരു കലർപ്പില്ലാത്ത വചന പ്രഘോഷണങ്ങൾ, പിന്നെ എപ്പോഴും ഞാൻ പറയും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള വലിയ ഒരു പ്രചോദനം, ഇതൊക്കെയാണ് അടിസ്ഥാനം. വേറെ IELTS പാസ്സായാലും ജോലി കിട്ടിയാലും എന്താ കല്യാണം നടന്നാലും മക്കളുണ്ടായാലും അതൊക്കെ എന്താവുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വചനത്തിൽ കേന്ദ്രീകൃതമായ സ്വർഗത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണോ മക്കളില്ലേലും ജോലിയില്ലേലും. ഞാൻ പറയാറുണ്ട്, ഒരു എന്താ പറയുക, ഒരു രോഗിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും, പക്ഷെ ഒരു പാപിക്ക് ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. രോഗമായതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ആ ഒരു കാഴ്ചപ്പാട് ഈ ധ്യാനത്തിലൂടെയൊക്കെ നമ്മുടെ ശുശ്രൂഷയിലൊക്കെ വളർത്തിയെടുക്കേണ്ട വലിയൊരു ആവശ്യമുണ്ട്. ഈ ദൈവവചന പ്രഘോഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും ദൈവം നൽകുന്ന ആ കഴിവും ക്യാരിസും അനുസരിച്ച് തീർച്ചയായിട്ടും കൂടുതൽ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ ഓരോ ആളുകൾക്കും ഓരോ ക്രൈസ്തവനും ഇത്തരത്തിൽ അച്ഛന് തോന്നണില്ലേ ഈ ദൈവവചനം പങ്കുവയ്ക്കുന്നതിനൊരു ഉത്തരവാദിത്വമില്ലേ? തീർച്ചയായിട്ടും ദൈവവചനം പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിസ് പറഞ്ഞ പോലെ ഈ വാക്കുകൾ മാത്രമൊന്നുമല്ലല്ലോ. വല്ലപ്പോഴും ഞാൻ വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് ഫ്രാൻസിസ് അസീസി പറഞ്ഞിരിക്കുന്നത്, അത്യാവശ്യമുള്ളപ്പോൾ മാത്രം. നമ്മുടെ ജീവിതമാണ്, നമ്മളെങ്ങനെ ജീവിക്കുന്നു, നമ്മളെങ്ങനെ സാക്ഷ്യം വഹിക്കുന്നു, അതിൽ പലപ്പോഴും നമുക്ക് എന്താ പറയുക എങ്ങനെ വളരാൻ പറ്റും എന്നതിനനുസരിച്ചാണ് നമ്മുടെ വചന പ്രഘോഷണത്തിൻ്റെ ഉറപ്പെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മൾ ജീവിക്കുന്നവരായിട്ട് മാറണം നമ്മുടെ ജീവിതത്തിൽ. ആ ജീവിതം നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ആത്മാവിൻ്റെ സ്പർശനം ഉണ്ടാവും. അതെൻ്റെ വാക്കല്ല, പക്ഷേ എന്നിൽ ദൈവം നിക്ഷേപിച്ച ആ വചനത്തിൻ്റെ ആ ഒരു ശക്തിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അച്ഛൻ്റെ ഒരു കാര്യം അച്ഛൻ ഈ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മുമ്പ് ദൈവത്തിൻ്റെ കാരുണ്യമാണ് എല്ലാം എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കരുണയുടെ ഒരു വർഷമാണത്, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വർഷം. ഈ വർഷം മാത്രമല്ല, നമ്മളിന്ന് എവിടെ പോയാലും ഒരുപക്ഷെ ധാരാളം ഒരു സഭയോട് ചേർന്ന് പ്രാർത്ഥന ജീവിതം ആഗ്രഹിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു വലിയൊരു കൈത്താങ്ങും സഹായമാണ് ഈ കരുണയുടെ കൊന്തയും ഇതെല്ലാം. ഇത് ഇയർ ഓഫ് മേഴ്സി എന്നുള്ളത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് വളരെ റെലവൻ്റ് ആയിട്ടൊരു കാര്യം കൂടിയാണ്. നമ്മളിപ്പോൾ ഒരുമിച്ച് കാണുമ്പോഴോ കരുണയുടെ വർഷത്തിലാണിത്. ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ ശാലോമിൽ ഈ കരുണയുടെ കൊന്ത ഗാനരൂപത്തിൽ അവതരിപ്പിച്ച ഒത്തിരി ആളുകൾക്ക് ഒരു പ്രാർത്ഥനയുടെ ഒരു പുതിയ അനുഭവം നൽകിയൊരു കാര്യം കൂടിയാണ് അത്. അപ്പോൾ ചത്തതും കൂടി അച്ഛനോട് ചോദിക്കും. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അച്ഛനൊന്ന് പറയണം, അത് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് പറയണം. അതോടൊപ്പം ഈ കരുണയുടെ വർഷത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യം എന്നൊരു കാര്യത്തെക്കുറിച്ച് അച്ഛൻ്റെ മനസ്സിലൊരു ചിന്തകളും അച്ഛൻ്റെ ജീവിതത്തിൽ ആ ദൈവകാരുണ്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞുവെങ്കിലോ ഒന്നുകൂടി അച്ഛൻ ഒന്ന് പറയാൻ പറ്റും? എൻ്റെ മനസ്സിലേക്ക് ഈ ദൈവ കരുണ എന്ന് പറയണത് ഒരു പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന കരുണയുടെ പ്രവൃത്തിയായിട്ട് ഞാൻ ഒരിക്കലും കാണാറില്ല. ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് മനുഷ്യനെ രക്ഷിച്ച കാരുണ്യമാണ്. എന്ന് പറഞ്ഞാൽ പാപത്തിന് അടിമപ്പെട്ടു പോയ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ഈശോ തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ കുരിശു മരണത്തിലൂടെ ആ കരുണ ലോകത്തിന് അതാണ് ഫൗസ്റ്റീനാമ്മയോട് ഈശോ പറഞ്ഞത്, എൻ്റെ കരുണ നിലയില്ലാത്ത കടൽ പോലെയാണ്. ആ കരുണ ഞാൻ ഈ ലോകത്തിന് വേണ്ടി തുറന്നു പിടിച്ചിരിക്കുക. കാരുണ്യം എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ തമ്പുരാൻ്റെ കാരുണ്യത്തിൻ്റെ രക്ഷിച്ച ബലിയിലേക്ക് അനേക മക്കളെ പറഞ്ഞു കൊണ്ടുവന്ന് ആ കരുണക്കടലിൽ മനുഷ്യ മക്കളെ കുളിപ്പിച്ചെടുക്കലാണ് കാരുണ്യത്തിൻ്റെ നമ്മുടെ ശുശ്രൂഷ എന്ന് ഞാൻ വിശ്വസിക്കാം. പ്രവൃത്തികൾ വേറെ, മറ്റുള്ളവരെ സഹായിക്കും, ഇതൊക്കെ വേറെ. അതിനേക്കാളും വലിയ ഒരു ഇതിൽ നിന്നുണ്ടാവേണ്ട റിസൾട്ടാണ്. അപ്പോൾ ആ ഒരു കരുണയിലേക്ക് നമ്മുടെ അനേകം മക്കളെ കർത്താവിൻ്റെ ബലിയിലേക്ക്, കർത്താവിൻ്റെ മരണത്തിലേക്ക്, കർത്താവ് നമുക്ക് നൽകിയ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് കാര്യകാരണ സഹിതം അനേകം ആത്മാക്കളെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൂടി ഒന്ന് പറയുമോ? ഞാൻ ഈ കരുണയുടെ ജപമാല ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്താണ്. അന്ന് ഭയങ്കര പ്രശ്നം. ഈ പിള്ളേർ അന്ന് വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞൊരു കാര്യം ഞാൻ സ്ട്രൈക്ക് ചെയ്തു എന്നറിയാം. ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കാരുണ്യത്തിൽ ശരണപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ അവകാശം, ദ റൈറ്റ്, ഏറ്റവും വലിയ പാപം. അപ്പോൾ ഈ പിള്ളേർക്കുള്ള ഏറ്റവും വലിയ അവകാശം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പുകൾ വായിക്കാൻ തുടങ്ങി. ഈ കരുണയുടെ ജപമാല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നോക്കി, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേലും കരുണ. ആ കർത്താവിൻ്റെ പീഡാസഹനത്തിലാണ് കാരുണ്യം അടങ്ങിയിരിക്കുന്നത്. ആ കരുണ സ്വന്തമാക്കാനുള്ള പ്രാർത്ഥന വലിയൊരു അനുഭവമായിട്ട് എനിക്ക് മാറി. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അവിടുത്തെ ഈ കരുണയുടെ ജപമാലയുടെ CD ഇംഗ്ലീഷിൽ വാങ്ങി, അങ്ങനെ പല ട്യൂണുകൾ കേട്ടു. അപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി ആ രീതിയിൽ തന്നെ മലയാളത്തിലും ഒരു ട്യൂണ് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ പീറ്റർ ചാരാനൻ, ഒരു ബേബി ജോൺ കലിയാന്താൻ, ഇവരൊക്കെ ആയിട്ട് നല്ല പരിചയമുണ്ട്.
അങ്ങനെ ആ പരിചയത്തിൽ ഇതൊക്കെ കൊടുത്തു. ആ ട്യൂണിൽ ദൈവം ഒത്തിരി പ്രാർത്ഥിച്ച് അന്ന് ഒരുക്കി തന്ന ഒരു ട്യൂണാണ് ആ ഈശോയുടെ അതിദാരുണമായ ശാലോൺ ടി വിയിൽ എല്ലാ ഞായറാഴ്ച 3 മണിക്ക് വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് അത് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ പ്രാർത്ഥന. ഇന്ന് ലോകത്ത് എവിടെ ചെന്നാലും ഞാൻ ആ സന്ദേശം പറയും, കർത്താവിൻ്റെ കാരുണ്യം സ്വന്തമാക്കണം. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനാമയോട് പറയുന്നുണ്ട്, മനുഷ്യവർഗം എൻ്റെ ഈ കരുണ, ഞാൻ ഈ മോളെ കുരിശിലേക്ക് നോക്കണേ, എൻ്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. ഈ കരുണയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ആ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യത വി ഹാവ് ടു ക്ലെയിം, അത് സ്വന്തമാക്കിയിട്ട് കരുണയായിരിക്കണം പിതാവേ എന്നുള്ള പ്രാർത്ഥന വെരി പവർഫുൾ. എനിക്ക് തോന്നുന്നു ഒത്തിരി ആളുകൾ പാടി പ്രാർത്ഥിക്കുന്നുണ്ട്. വാക്കുകൾ പറയുക മാത്രമല്ല, ഈ ഇന്ന് ഒത്തിരി പേർക്ക് അത് പ്രാർത്ഥിക്കാൻ ഈ പാട്ട് പാടിയാനൊന്ന് എല്ലാവർക്കും സുപരിചിതമാണ്. കേരളത്തിൽ മലയാളിക്ക് മുഴുവൻ സുപരിചിതമാണ്. കേരളം മാത്രമല്ല, ലോകം മുഴുവൻ മലയാളിക്കുന്നത് സുപരിചിതമാണ്. അച്ഛാ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കണം. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ന് ലോകത്തെ സഭയിൽ മുഴുവൻ വലിയൊരു സ്വാധീനമാണ്. സഭ മാത്രമല്ല, ലോകത്ത് മുഴുവൻ വലിയൊരു സ്വാധീനമാണ്. തീർച്ചയായിട്ടും നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ എനിക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ എൻ്റെ ഒരു ആയുസ്സിൽ ജീവിച്ചിരുന്ന മാർപ്പാപ്പന്മാരെല്ലാവരും നിർണായകമായി സഭയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളവരാണ്. ഓരോരുത്തരും ഓരോ വിധത്തിൽ. ജോൺ പോൾ മാർപ്പാപ്പയും ബെനഡിക്ട് പതിനാറാം മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകപ്പെട്ട കാര്യം ആരോട് ചോദിച്ചാലും, ഒരു പക്ഷേ ജാതി മതമൊന്നും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ പറയുന്നൊരു കാര്യം, മാർപ്പാപ്പയുടെ ആ ഒരു ലാളിത്യവും മാർപ്പാപ്പ പാവങ്ങളോടുള്ള മാർപ്പാപ്പയുടെ ഒരു സമീപനവും ഒക്കെയാണ്. പക്ഷേ അച്ഛൻ്റെ ഒരു ജയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ ഉള്ള ശുശ്രൂഷ മേഖലയിൽ തന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, മാർപ്പാപ്പ പറയുന്നത് ഈ പെരിഫറീസിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ തന്നെയായിരിക്കും അതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ലാളിത്യത്തെക്കുറിച്ച് മാർപ്പാപ്പ ഇത്രയും ഇന്ന് ലോകത്തിന് മുഴുവൻ വലിയൊരു മാതൃകയാകുമ്പോൾ, കേരള സഭയിലും ധാരാളം വൈദികരുണ്ട്, വളരെ ലളിത ജീവിതം നയിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. നമുക്ക് അത്തരത്തിലൊരു വലിയൊരു ലാളിത്യത്തിലുള്ളൊരു ജീവിതത്തിൻ്റെ ഉടമയാണ് ബോസ്കോ അച്ഛനെന്നുമാണ് അച്ഛനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതും അച്ഛനുമായിട്ട് ഇടപഴകുമ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നതും. വ്യക്തിപരമായ അച്ഛൻ്റെ കൂടെ ടീമിലും ഒക്കെ വർക്ക് ചെയ്ത പലരും എനിക്ക് പരിചയമുണ്ട്. അവരൊക്കെ എന്നോട് സംസാരിച്ചിട്ടുള്ളതനുസരിച്ചു അച്ഛനിപ്പോൾ കാണുമ്പോഴും എനിക്കറിയാം അച്ഛനോട് ഇടപഴകലിലൊക്കെ ആ ഒരു ലാളിത്യമുണ്ട് തീർച്ചയായിട്ടും. അച്ഛാ, ഇത് ഒരുപക്ഷെ വൈദികരുടെ ജീവിതത്തിലെ ഇത്തരത്തിലൊരു ലാളിത്യം അത് സഭയ്ക്ക് കുറേ കൂടി സ്വീകാര്യത നൽകില്ലേ? അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഇങ്ങനൊരു ലളിത ജീവിതം നയിക്കാൻ എങ്ങനെ സാധിക്കുന്നു? അതിൻ്റെ അച്ഛൻ്റെ മോട്ടിവേഷൻ, അതുപോലെ ഞാൻ ഈ പറയുന്നതിനോട് അച്ഛൻ്റെ ഒരു പ്രതികരണം എന്താ? ആളുകൾക്ക് ഒരു ലളിത ജീവിതം കാണുമ്പോൾ, ലാളിത്യം കാണുമ്പോൾ, ലളിത ജീവിതം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരിക്കലും പറഞ്ഞൊരു ചെരുപ്പിടാതെ നടക്കുക അല്ലൊന്നുമല്ല. പക്ഷേ അച്ഛനറിയാമല്ലോ ഞാൻ പറഞ്ഞേ. പക്ഷേ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു ലാളിത്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലളിത ജീവിതമുണ്ട്. ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും എല്ലാവർക്കും നമ്മൾ ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് അഭിമാനിക്കാനോ സ്വന്തമെന്ന് പറയാനോ ഒന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അത് മാത്രമല്ല, മറ്റുള്ളവനെ കാണുമ്പോൾ അവനോട് നമുക്കൊരു സഹതാപം അല്ലെങ്കിൽ സ്നേഹം, സഹതാപം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അതൊന്നുമല്ല. ഞാൻ പറഞ്ഞ അവനെ നമ്മൾ മനസ്സിലാക്കുക, അവൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. അവനെ ഏതവസ്ഥയിലും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കാം. പിന്നെ ഈ ലാളിത്യം എന്ന് പറയണത് എന്താ പറയുക, നമ്മൾ ഒന്നുമില്ലായ്മ ആണ് നമ്മുടെ അവസ്ഥ. അത് നമ്മൾ ബേസിക്കലി ഒന്നും ഇല്ലാത്തവരാണ്. അത് തന്നെയാണ് ലാളിത്യത്തിൻ്റെ അടിസ്ഥാനം. പിന്നെ നമുക്ക് പ്രവൃത്തിയിലൂടെ പലതും കാണിക്കാൻ പറ്റും. പക്ഷെ ഞാൻ എപ്പോഴും പറയുക, ഇതൊക്കെ തന്നെ നമ്മളെ എന്താ പറയുക, ഏറ്റവും ദരിദ്രനായ ആ യേശുവിലേക്ക് അടുപ്പിക്കാനും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് തിരിക്കാനുമുള്ള ഒന്നാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റണം. അല്ല, ഞാനിപ്പോൾ ഒരു എന്താ പറയുക, എളിമയിൽ ജീവിക്കുന്നത് കൊണ്ട് ലോകത്തിൻ്റെ അംഗീകാരത്തെക്കാൾ ഉപരി ഇത് എൻ്റെ ജീവിതത്തെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന, ആ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന വലിയൊരു മാധ്യമം കൂടി ആക്കി മാറ്റണം. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് നമുക്കറിയാം, എല്ലാ മേഖല ഇടപെടുന്ന ഒരു വ്യക്തിയാണ്, ലോകം അംഗീകരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഞാൻ പറയുന്നത്, അതിനെ യേശുവിലേക്ക് കൂടുതൽ അടുപ്പിക്കണം, ക്രിസ്തുവിലേക്ക് അടുപ്പിച്ച് ആ ഒരു അനേകായിരങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കാനൊക്കെ സഭയ്ക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും താഴ്മയിൽ എളിമപ്പെട്ട് നിൽക്കണം. ഈശോ അതാ ചെയ്ത, പാദങ്ങൾ കഴുകിയ എല്ലാവരും മുമ്പിൽ. എന്തിനാണ് ഈശോ അത് ചെയ്തത്? ഈശോയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ അനുകരിച്ചുകൊണ്ട് ഈശോയിലേക്ക് അടുപ്പിക്കുന്ന, ഈശോയുടെ രക്ഷയിലേക്ക് അടുപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് വളർത്തിയെടുക്കണം. നമ്മൾ ലാളിത്യ അടിസ്ഥാനമാണ് അതിൻ്റെ. ദൈവവചന ശുശ്രൂഷ രംഗത്ത്, അല്ലെങ്കിൽ ദൈവവചന പ്രഘോഷണ രംഗത്ത് ദൈവം വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അച്ഛൻ. ആ ഒരു മേഖലയിൽ ഇനിയും ധാരാളം വിധത്തിലുള്ള ദൈവം അച്ഛനെ ഉപയോഗിക്കട്ടെ. അത് വ്യത്യസ്തങ്ങളായ മേഖലകളായിരിക്കാം എന്ന് തീർച്ചയായിട്ടും. കാരണം ദൈവത്തിൻ്റെ ദൈവാത്മാവ് എങ്ങോട്ട് നമ്മൾ നയിക്കുന്നു എന്ന് നമുക്കറിയത്തില്ല. ഒരുപക്ഷെ ഒരു കാലഘട്ടം മുഴുവൻ 11 വർഷം അച്ഛനൊരു പ്രത്യേക ശുശ്രൂഷ മേഖലയിലായിരുന്നു. ഇന്ന് ആ മേഖല മാത്രമല്ല, ഒരു ജനറലി എല്ലാ പ്രദേശങ്ങളിലും ദൈവവചന പ്രഘോഷണ രംഗത്തിനുള്ള ഒരു ഉപകരണമായിട്ട് അച്ഛനെ ദൈവം എടുത്ത് ഉപയോഗിക്കുകയാണ്. ഈ ഒരു ദൈവാത്മാവിൻ്റെ നയിക്കലുകൾ മുൻപോട്ടും ഇനി ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് തീർച്ചയായിട്ടും ഉറപ്പാണ്. അച്ഛൻ്റെ തീർച്ചയായും മറ്റു ചില വിശേഷങ്ങളും ഒക്കെ നമുക്ക് കൂടുതൽ പറയാനുള്ളൊരവസരം ഒരു എപ്പിസോഡും കൂടി നമുക്ക് തീർച്ചയായിട്ടും പങ്കുവെക്കണം, നമുക്ക് കാണണം.
പ്രത്യേകിച്ച് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഏറ്റവും എന്നെ സ്പെഷ്യലായിട്ട് വീണ്ടും എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യം ഇതാണ്. ദൈവവചന പ്രഘോഷണം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ധാരാളം പൈശാചിക അടിമത്തത്തിലായിരിക്കുന്ന ആളുകളെ യേശുവിൻ്റെ വചനം അവർക്ക് കൊടുത്തുകൊണ്ട്, അവരെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയും സത്യത്തിലേക്ക് അടുപ്പിക്കുകയും അതുവഴിയായിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്ന ഒരു ശുശ്രൂഷ മേഖലയിൽ അച്ഛൻ്റെ ശുശ്രൂഷകളാണ് അച്ഛൻ പറഞ്ഞത്. അതോടൊപ്പം ഒരു ലാളിത്യത്തിൻ്റെ ജീവിതം, നമ്മുടെ ഒന്നുമില്ലായ്മ ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് യഥാർത്ഥ ലാളിത്യം എന്നുള്ള അച്ഛൻ്റെ വാക്കുകളെ ഓർക്കുന്നു. അച്ഛ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ആയിരുന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു അച്ഛൻ. ഇരുൾ വീഴുന്ന വഴികളിൽ വചനം വെളിച്ചമായി മാറട്ടെ. അങ്ങനെ ജനതകൾ രക്ഷകനിലേക്ക് നടന്നെടുക്കട്ടെ. ദൈവരാജ്യവേല ഇന്നിൻ്റെ ആവശ്യമല്ല, അത്യാവശ്യമാണ്. കാരണം അത് സ്വർഗത്തിൻ്റെ കൽപ്പനയാണ്. തളർന്നുപോയവർ ഉണരട്ടെ. വയലുകളിൽ പുത്തൻ കാഹളം മുഴങ്ങട്ടെ. സമർപ്പിതർ ഉജ്ജ്വലിക്കട്ടെ. യേശു ഏകരക്ഷകൻ എന്ന് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഉദ്ഘോഷിക്കപ്പെടട്ടെ. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ.